BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സംസ്ഥാനതലത്തിൽ പ്രാധാന്യമുള്ള പദ്ധതികൾക്കൊപ്പം മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ബജറ്റിൽ മികച്ച പരിഗണന ലഭിച്ചതായി വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. ബജറ്റിൽ കളമശ്ശേരി മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 124 കോടി രൂപ അനുവദിച്ചു. കൊച്ചി സർവകലാശാലയ്ക്കായി 31 കോടി രൂപയും ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 69 കോടി രൂപയുടെ പദ്ധതിയും അനുവദിച്ചു. നിയമ സർവകലാശാലയ്ക്ക് 12 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് 15 കോടിയും സ്റ്റോക്ക് യൂണിറ്റിന് 7 കോടി രൂപയും അനുവദിച്ചു. ക്യാൻസർ സെന്ററിന് 18 കോടി രൂപ അനുവദിച്ചു. കിൻഫ്രാക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടിയും ഹൈടെക് പാർക്ക് കണക്ടിവിറ്റി റോഡിന് 2.5 കോടിയും അനുവദിച്ചു. KSEBയുടെ ലോഡ് ഡെസ്പാച്ച് സ്റ്റേഷൻ ആധുനീകരണം 3 കോടി, സ്റ്റാർട്ടപ്പുകൾക്കുള്ള ടെക്നോളജി ഇന്നൊവേഷൻ സോൺ 10 കോടി, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നവീകരണത്തിന് 1 കോടി എന്നിങ്ങനെയും അനുവദിച്ചു. പോളിടെക്നിക്കുകളിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് സെന്റർ അനുവദിക്കുന്നതിനായി അനുവദിച്ച 42 കോടി രൂപയുടെ ഒരു വിഹിതം ഗവൺമെന്റ് പോളിടെക്നിക്കിന് ലഭിക്കും. അയിരൂർ പാലം നിർമ്മാണത്തിന് 6 കോടി, കളമശ്ശേരി നഗരസഭയിലെ മുതലക്കുഴി കൽവർട്ടിന് 1.5 കോടി, പാതാളം സ്കൂൾ 2ാം ഘട്ട വികസനത്തിന് 2 കോടിയും അനുവദിച്ചു. ആലങ്ങാട് പഞ്ചായത്തിൽ ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ച പഴന്തോടിന് ചുറ്റും റോഡ് ഇന്റർലോക്ക് പതിച്ച് നവീകരിക്കുന്നതിന് 1 കോടി, ആലങ്ങാട് ഫാമിലി ഹെൽത്ത് സെന്റർ കെട്ടിടം 2ാം ഘട്ടം 1.5 കോടി, കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ബടുവ തോട് കൽവർട്ട് നിർമ്മാണം 1.5 കോടി, കൈപ്പട്ടിപ്പുഴ തോടിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് 1.5 കോടി, കരുമാലൂർ പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണത്തിന് 1 കോടി, കുന്നുകര പഞ്ചായത്തിലെ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി എന്നിങ്ങനെയും അനുവദിച്ചു. നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലേക്ക് വരികയായിരുന്ന യാത്രാ ബോട്ട് ജെട്ടിക്ക് സമീപം കായലിലെ ചെളിയിൽ കുടുങ്ങി. എറണാകുളത്ത് നിന്ന് മട്ടാഞ്ചേരി ജെട്ടിയിലേക്ക് വരികയായിരുന്ന ബോട്ടാണ് ചെളിയിൽ കുടുങ്ങിയത്. വേലിയിറക്ക സമയമായതിനാൽ കായലിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയിൽ ബോട്ട് കുടുങ്ങുകയായിരുന്നു. അരമണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ബോട്ട് മറ്റൊരു ബോട്ട് എത്തിയാണ് ചെളിയിൽ നിന്ന് വലിച്ചു മാറ്റിയത്. ശരിയായ തോതിൽ ഡ്രഡ്ജിംഗ് നടക്കാത്തതാണ് ബോട്ട് ചെളിയിൽ കുടുങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജെട്ടിയുടെ നവീകരണം പൂർത്തിയാക്കിയ ശേഷം കായലിലെ എക്കലും ചെളിയും നീക്കാൻ നടപടികൾ ഉണ്ടാകാത്തത് സർവീസ് ആരംഭിക്കുന്നതിന് വിഘാതമായിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. പിന്നീട് 1 വർഷത്തോളം പിന്നിട്ടപ്പോഴാണ് ഡ്രഡ്ജിംഗ് നടത്തി സർവീസ് പുനരാരംഭിച്ചത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് സർവീസ് പുനരാരംഭിച്ചത്. നവീകരിച്ച ജെട്ടിയിൽ വൈദ്യുതിയില്ലാത്തത് രാത്രി യാത്രികർക്ക് ദുരിതം വിതയ്ക്കുന്നുണ്ട്. യാത്രക്കാരിയായ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം രാത്രി തടഞ്ഞ് വീണിരുന്നു. രൂക്ഷമായ വേലിയേറ്റം പരിഹരിക്കുന്നതിന് കായലിലെ എക്കൽ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടായേക്കും. വിഷയത്തിൽ അടിയന്തര സഹായം തേടി ഹൈബിയുടെ MP കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാളിനെ സന്ദർശിച്ച് വിഷയം ധരിപ്പിച്ചതോടെയാണ് നടപടിക്ക് വഴിയൊരുങ്ങുന്നത്. വേമ്പനാട് കായലിന്റെ കൈവഴികളിലുള്ള ചെറുകായലുകൾ എന്നിവയുടെ അടിത്തട്ടിൽ എക്കലടിഞ്ഞ് സംഭരണ ശേഷി കുറഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമെന്നും MP മന്ത്രിയോട് വിശദീകരിച്ചു. വിഷയത്തിൽ കൊച്ചിൻ പോർട്ടസിൽ നിന്നും റിപ്പോർട്ട് തേടുമെന്നും ഡ്രഡ്ജിങ്ങിന് വേണ്ട പദ്ധതി രേഖ ആവശ്യപ്പെടുമെന്നാണ് മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. പോർട്ട് ട്രസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാകും അവർക്ക് ഡ്രഡ്ജിങ്ങിന് സാധിക്കുക. ഇക്കാര്യം പരിശോധനാ വിധേയമാക്കിയ ശേഷം മറ്റ് പ്രദേശങ്ങളെ പരിഗണിക്കാമെന്നാണ് മന്ത്രിയുടെ മറുപടി. നടപടികൾക്കായി മതിയായ ഫണ്ട് അനുവദിക്കണമെന്നും പദ്ധതി രൂപവൽക്കരണം, നിർവഹണം എന്നിവയ്ക്ക് കൊച്ചിൻ പോർട്ടസിനെ ഏൽപ്പിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവ പാതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനും സംഘവും നടത്തിയ തട്ടിപ്പിൽ വീണുടഞ്ഞത് ജില്ലയിലെ ആയിരക്കണക്കിന് വീട്ടമ്മമാരുടെ സ്വപ്നങ്ങളാണ്. സംസ്ഥാനം തന്നെ സംഘം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയതും എറണാകുളം ജില്ലയിൽ നിന്നാണ്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 6000-ഓളം പേരാണ് ജില്ലയിൽ മാത്രം കബളിപ്പിക്കപ്പെട്ടത്. മൂവാറ്റുപുഴ, കോതമംഗലം, പറവൂർ, കോലഞ്ചേരി മേഖലകളിൽ നിന്നെല്ലാം പരാതിക്കാർ രംഗത്ത് വന്നു. ഇതുവഴി സംഘം തട്ടിയ കോടികളുടെ
യഥാർത്ഥ കണക്കുകൾ ഇനിയും പുറത്തുവരാൻ വൈകും. അനന്തകൃഷ്ണൻ നടത്തിയ ആസൂത്രിത തട്ടിപ്പിന് ആക്കം കൂട്ടിയത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യമാണ്. പ്രാദേശിക തലത്തിൽ ഇയാളുടെ സീഡ് സൊസൈറ്റികൾ നടത്തുന്ന പൊതുപരിപാടികളുടെ പ്രധാന സാന്നിധ്യം ഇവരായിരുന്നു. വാർഡംഗങ്ങൾ തൊട്ട് എംപിമാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എറണാകുളം ജില്ലയിലെ വാർഡംഗങ്ങൾ തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ സ്ത്രീ ശാക്തീകരണത്തിനായി പാതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകുന്ന ഇയാളുടെ പരിപാടികളുടെ പ്രചാരകരായി. ഇതിൻ്റെ മെസ്സേജുകൾ ഇവർ അഡ്മിനായ വാർഡ് തല ഗ്രൂപ്പുകളിലും പൊതുഗ്രൂപ്പുകളിലും പാറി നടന്നു. ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിച്ചാണ് കൂടുതൽ പേരും ഇയാളുടെ കെണിയിൽ വീണത്. ഇക്കൂട്ടത്തിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരും കുടുംബശ്രീ വനിതകളുമാണ് കൂടുതലും കുടുങ്ങിയത്. KSRTC ബസ്സിൽ കുഴിഞ്ഞു വീണ യാത്രക്കാരന് രക്ഷകരായി ബസ് ജീവനക്കാരും യാത്രക്കാരും. മൊക്കൽ നെല്ലാടൻ വീട്ടിൽ ഷീല ഗോപിയാണ് അങ്കമാലിക്കടുത്ത് വെച്ച് ബസ്സിൽ കുഴിഞ്ഞു വീണത്. യാത്രക്കാരി ഉടൻ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകി ഷീലയെ വിട്ടയച്ചു. ഈ വാർത്തയോടുകൂടെ VMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.